വെൽക്കം ടു എജിപോഡ്. മക്കളെ, നമ്മളിത് എക്സാം ഒക്കെ ആയിട്ടുണ്ട്. എക്സാം ചൂടിൽ എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഹിന്ദിയിൽ ഡയറി ക്വസ്റ്റ്യൻ എങ്ങനെ സിമ്പിൾ ആക്കി എഴുതാം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് വിഷയത്തെ കുറിച്ചും ഒരു ഡയറി ചോദിച്ചു കഴിഞ്ഞാലും മിസ് ഈ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾക്ക് മാർക്ക് ഷുവർ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ഷുവർ ആണ്. ഓക്കെ അല്ലേ? അതിനിടയ്ക്ക് മിസ് പറയുന്ന ചില പൊടിക്കൈകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ അല്ലേടാ? മിസ് പറയട്ടെ. എന്നാല് ഡയറി ആയിരിക്കും. ഡയറിയാണ് മിസ് പറയുന്നത്. എന്താണ് നോക്കിയേ, ആദ്യം തന്നെ നമ്മൾ ഡയറിയിൽ എന്ത് കൊടുക്കണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡേറ്റും ഡേയും വേണം കൊടുക്കാൻ. മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 25 മാർച്ച് 2025 എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഡേ കൂടി നിങ്ങൾ കൊടുക്കണം. മിസ് എന്താ കൊടുത്തിരിക്കുന്നത്? രവിവാർ എന്നാണ്. നിങ്ങൾക്ക് ഏത് ഡേ വേണേലും കൊടുക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വന്നിട്ട് നോക്കിയേ, ആജ് മേരെ ജീവൻ കാ സബ്സെ അവിസ്മരണീയ ദിൻ താ. ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു അവിസ്മരണീയമായിട്ടുള്ള, മറക്കാൻ കഴിയാത്ത, ഓക്കെ, അവിസ്മരണീയ എന്ന് പറഞ്ഞാൽ എന്താണ്? മറക്കാൻ കഴിയാത്ത എന്നാണ് കേട്ടോ. ഇന്ന് എന്റെ ജീവിതത്തില് ഒരു മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു. പിന്നെയോ, मैं इस दिन को कैसे भूल सकता हूँ, ഞാൻ ഈ ദിവസം എങ്ങനെ മറക്കാനാണ് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ എന്താടാ, मेरे जीवन में आज तक ऐसा अवसर कभी नहीं आया. ദേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു എന്ത് വന്നിട്ടില്ല, ഒരു അവസരം, ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, വന്നിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെയോ, मेरे जीवन में कभी ऐसा दूसरा क्षण नहीं आया जब मुझे इतना दुख महसूस हुआ हो. എന്താ പറഞ്ഞിരിക്കുന്നേ? ഇനി എന്റെ ജീവിതത്തിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു സമയം വേറെ വരില്ല. എന്തിനെ പോലെ? മുജേം ഇത്തന ദുഃഖ് മഹസൂസ് ഹുവാ ഹോ, ഞാൻ ഇത്രയും വിഷമിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇനി എന്റെ ജീവിതത്തിൽ വരില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയടാ, ദുഃഖ് എന്നല്ലേ കൊടുത്തിരിക്കുന്നേ? ദുഃഖം എന്നാ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ സന്തോഷമാണെങ്കിൽ എന്ത് പറയാം നിങ്ങൾക്ക്? സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കൊടുക്കാം? നിങ്ങള് ഗർവ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അവിടെ ഗർവ് എന്ന് കൊടുക്കാം. ഗർവ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് കേട്ടോ. മീനിങ് അതാണ് കേട്ടോ. അപ്പൊ ദുഃഖാണെങ്കിൽ ദുഃഖ്, സങ്കടം, പിന്നെ ഗർവാണെങ്കിൽ സന്തോഷം, അങ്ങനെയും കൊടുക്കാം. അതാ മിസ് പറഞ്ഞത്. മിസ് ചില പൊടിക്കൈകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ മാറ്റി ഉപയോഗിക്കാൻ, അല്ലെ? ഒന്ന് തിരിച്ചു മറിച്ചു വിടാനുള്ളത് മാത്രമേ മിസ് ഇവിടെ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾ നോക്കിയേ. ഓക്കെ അല്ലേ? അത് സന്തോഷമാണെങ്കിൽ ഈ വേർഡ് കൊടുക്കണം, ദുഃഖാണെങ്കിൽ എന്താ? വിഷമമാണ്. ഇനി നോക്കിയേ, മിസ് ഇവിടെ കുറച്ച് സ്പേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ? അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്പേസ്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കളെ ഒരു പാരഗ്രാഫ് തരും. ഏത് ചാപ്റ്ററിൽ നിന്നാണോ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു പാരഗ്രാഫ് ആ ചാപ്റ്ററിൽ അത് തരും. എന്നിട്ട് അത് വായിച്ചിട്ട് അതിൽ നിന്നും ഒരു ക്യാരക്ടർ, ആളുടെ ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാരഗ്രാഫ് നന്നാക്കി വായിക്കണം. നന്നാക്കി വായിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സ്പേസിൽ എഴുതാനുള്ള കണ്ടന്റ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനിയിപ്പം വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റാത്ത ആൾക്കാരാണ്, അത്രയും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സെയിം പാരഗ്രാഫ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം, മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഇനി നോക്കിയേ, ലാസ്റ്റ് ആണ് പറയുന്നത്. എന്താണ്? ക്യാ കരൂമേ, എന്താണ്? ഞാൻ എന്ത് ചെയ്യും? യഹ് മേരാ കിസ്മത്ത് ഹേ. എന്താ പറഞ്ഞിരിക്കുന്നേ? യഹ് മേരാ കിസ്മത്ത് ഹേ. കിസ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താടാ? കിസ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കിസ്മത്ത് എന്ന് പറയുന്നത് ഇതെന്റെ വിധിയാണ്. കിസ്മത്ത് എന്ന് പറയുന്നത് വിധിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതെന്റെ വിധിയാണ്. പിന്നെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ? ആജ് കാ ദിൻ മുझे കബി നഹി ഭൂൽ സക്താ ചാഹേ കുച്ച് ഭി ഹോ ജായേ, ഭഗവാൻ സബ്കാ ബൽ കരേ. എന്താ പറഞ്ഞിരിക്കുന്നേ? ആജ് കാ ദിൻ മുझे കബി നഹി ഭൂൽ സക്താ ഹേ. എന്താണ് പറഞ്ഞിരിക്കുന്നേ? എന്ത് തന്നെ ആയാലും ഇനി ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരു വേർഡ് നോക്കിയേ ഇവിടെ, ചാഹേ കുച്ച് ഭി ഹോ ജായേ എന്ന് വേർഡ് ഇത് കണ്ടോ? ഈ വേർഡിന്റെ മീനിങ് എന്താടാ? എന്ത് തന്നെ ആയാലും. ഓക്കെ, എന്ത് തന്നെ ആയാലും. ചാഹേ കുച്ച് ഭി ഹോത്ത എന്ന് പറഞ്ഞാല് എന്ത് തന്നെ ആയാലും എന്നാണ്. ഓക്കെ അല്ലേ? എന്ത് തന്നെ ആയാലും ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ ലാസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നേ? ഭഗവാൻ സബ്കാ ബൽ കരേ, ദൈവമേ എല്ലാവർക്കും നല്ലത് കൊടുക്കണേ, എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്നാണ് പറയുന്നത്.
ഇത്രയേ ഉള്ളൂ. 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ 4 മാർക്കാണ്. ഡയറിയുടെ കംപ്ലീറ്റ് ഫോർമാറ്റ് ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഫോർമാറ്റ് ആണ് മിസ് പറഞ്ഞു തന്നിരിക്കുന്നത്. നോക്കിയേ, ഒന്നുകൂടി മിസ് പറഞ്ഞു തരുന്നുണ്ട്, നോക്കിയടാ. ആദ്യം എന്ത് വേണം? ഡേറ്റും ഡേയും കൊടുക്കണം. ഓക്കെ അല്ലേ? ദേ ഇവിടെ ആദ്യം ഇതാണ് വേണ്ടിയത്. എന്താണ്? ഡേറ്റും ഡേയും കൊടുക്കണം. പിന്നെ സ്റ്റാർട്ടിംഗ് ആണ് രണ്ടാമത്തത്. നോക്കിയേ, സ്റ്റാർട്ടിംഗ് എങ്ങനെ വേണം? എനിക്കിന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങുന്നത് അല്ലേ? ഇനിയിപ്പോ സന്തോഷമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഗർവ് എന്ന് കൊടുക്കാം. സങ്കടം, വിഷമം വന്നിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇതേ ദുഃഖം എന്ന് കൊടുക്കാം. ആ ഒരു വേർഡ് മാത്രം നിങ്ങളൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ സെറ്റ് ആണ്. ഈ പാരഗ്രാഫ് ഇവിടെ എന്ത് കൊടുക്കണം? ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. നിങ്ങളുടെ പാരഗ്രാഫ് തന്നത് നിങ്ങൾക്ക് എടുത്തിട്ട് അവിടേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? ഇനി ലാസ്റ്റ് കൺക്ലൂഷൻ എങ്ങനെയാണ്? ഇത് മൂന്നാമത്തെ ആയിരുന്നു കേട്ടോ. നാലാമത്തത് എന്ത് വേണം? എന്ത് ശ്രദ്ധിക്കണം? കൺക്ലൂഷൻ. ഡയറി എങ്ങനെ അവസാനിപ്പിക്കണം? അതിന്റെ എൻഡിങ് എങ്ങനെ ആയിരിക്കണം? എന്തായിരിക്കണം? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യും, ഇതെന്റെ വിധിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്. പിന്നെയോ, ആജ് കാ ദിൻ മുझे കബി നഹി ഭൂൽ സക്താ ചാഹേ കുച്ച് ഭി ഹോ ജായേ. എന്താടാ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതെന്താണ്? ഈ വേർഡിന്റെ മീനിങ് എന്താ? ചാഹേ കുച്ച് ഭി ഹോ ജായേം എന്ന് പറഞ്ഞാല് എന്ത് തന്നെ ആയാലും. ഓക്കെ, എന്ത് തന്നെ ആയാലും. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്ത് തന്നെ ആയാലും ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. പിന്നെയോ, ഭഗവാൻ സബ്കാ ബൽ കരേ. ദൈവമേ എല്ലാവർക്കും നല്ലത് വരുത്തണേ, നല്ലത് വരുത്തട്ടെ. അത്രയേ ഉള്ളൂ. 4 കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡേറ്റ് കൊടുക്കണം, ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ് ആൻഡ് തേർഡ് പാരഗ്രാഫ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഏത് വിഷയത്തെ കുറിച്ചും എന്ത് ഇൻസിഡന്റിനെ കുറിച്ചും ഡയറി ചോദിച്ചാലും ഇതെടുത്ത് നിങ്ങൾ എഴുതി വെച്ചോ. പക്ക നിങ്ങൾക്ക് മാർക്കാണ്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ.